ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വന്തം മകൻ പോലും സത്യാമ്മയുടെ ഈ കാര്യം പറയാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് സത്യാമ്മ ചിന്തിച്ചിട്ടുണ്ടോ? ഭയം. സത്യാമ്മയോടുള്ള അതിര് കവിഞ്ഞുള്ള സ്നേഹവും പേടിയും കൊണ്ടാ വിഷ്ണുവിന് പോലും ഇക്കാര്യം സത്യാമ്മയെ അറിയിക്കാൻ പറ്റാതിരുന്നത്. തെറ്റ് തിരുത്താൻ ഇനി സമയമുണ്ട് മോളെ. നമ്മളെ സ്നേഹിക്കുന്നവന്റെ കൂടെ അല്ല, നമ്മളെ സ്നേഹിക്കുന്നവന്റെ കൂടെയാണ് നമ്മൾ കഴിയേണ്ടത്. ഇനിയെങ്കിലും ചിന്തിക്ക്, എന്നിട്ട് പുതിയൊരു തീരുമാനം എടുക്ക്. ഞങ്ങളുണ്ടാകും നിന്റെ കൂടെ. ഞാനൊന്നറിയട്ടെ എന്താ സംഭവിച്ചെന്ന്. എടാ, ഇതൊരവസരമാണ്. ഡെയ്സിയുടെ മനസ്സ് മാറ്റാനും ശിവനെ അവളുടെ മനസ്സിൽ നിന്നും അടിച്ചു പുറത്താക്കി ചാണകം തളിക്കാനും പറ്റിയ സമയം. എ ഗോൾഡൻ മൊമെന്റ്സ്. അതെങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തണമെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. പേടിക്കണ്ട, എല്ലാം ശരിയാവും. ഇത് ചെയ്യിച്ചവർക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടും. ഞാനുണ്ട് കൂടെ തന്നെ. കൊല്ലാൻ വേണ്ടി തന്നെയുള്ള അടിയായിരുന്നു മാഡം. ഒരു ഇഞ്ച് സ്ഥലമില്ല ഈ ശരത്ത് അടിയേൽക്കത്തതായിട്ട്. പോലീസ് ആ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ അവർ കൊന്നു കളഞ്ഞനെ ഡോക്ടർ. അപകടനില തരണം ചെയ്തെന്ന് പറയാന്നേ ഉള്ളൂ. സേഫ് പൊസിഷനിൽ ആളിപ്പോഴും എത്തിയിട്ടില്ല. അതെത്തും ഡോക്ടർ. മനസ്സിൽ നന്മയുള്ളവരുടെ ജീവന് ഈശ്വരൻ ആയുസ് നീട്ടിക്കൊടുക്കും. ഈശ്വരന്റെ മുന്നില് ഇവരെല്ലാം ഇവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരല്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരല്ലേ. അല്ലെങ്കിൽ തന്നെ ഇവരെ പോലെയുള്ളവരെയൊക്കെ ഈ സമൂഹത്തിന് വേണം ഡോക്ടർ. ഇല്ലെങ്കിൽ ഇതിലും ദുരിതമാവും നമ്മുടെ നാട്. അതുകൊണ്ട് പണം നോക്കണ്ട, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ തന്നെ ഇദ്ദേഹത്തിന് കൊടുക്കണം. ശരി മാഡം, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. പിന്നെ മരുന്നിന്റെ സെഡേഷൻ ഉണ്ടാവും, ഉറങ്ങിക്കോട്ടെ. ഞാനൊരു നഴ്സിനെ ഫുൾ ടൈം ഇവിടെ ഡ്യൂട്ടിക്ക് ഇടാം. ശരി ശരി മാഡം. വടിവാളിന്റെ തുമ്പത്ത് നിന്ന് എനിക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ഇദ്ദേഹത്തെ രക്ഷിക്കുന്നതിനിടയിൽ അമ്മ ഓടി പോവുകയും ചെയ്തു. അതിപ്പോ അമ്മമാരെ വിട്ടത് ആരായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സംശയം എന്താ? മഹേന്ദ്രൻ തന്നെ. ഇനിയും ഇയാളെ ജീവനോടെ വെച്ചോണ്ടിരുന്ന പരുത്തിക്കുന്ന് പോയതുപോലെ മൂന്നാം മൂട് കോറിയും കൈവിട്ടു പോകുന്ന അവര് കരുതി കാണും. അതിനു വെച്ചൊരു പണി. കാര്യങ്ങള് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അയാളെ ഞാനങ്ങ് പൊക്കട്ടെ മാഡം. ഇപ്പൊ വേണ്ട, കുമാരേട്ടൻ മൊഴി തരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വ്യക്തമായ തെളിവുകളില്ലാതെ മഹേന്ദ്രനെ പോലുള്ളവരെ പൂട്ടാൻ പറ്റില്ല. പൂട്ടുന്നതിന്റെ അന്ന് തന്നെ ആ പൂട്ടും തുറന്ന് അവര് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. ഇതിനിവർക്ക് ഇവിടെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയല്ലേ മാഡം? ഇവിടത്തെ ഗുണ്ടകളെ വളർത്തുന്നത് ആരാ? ഇവിടത്തെ പൊതു മുതൽ കട്ടുമുടിക്കുന്നത് ആരാ? പറഞ്ഞു വരുമ്പോ കൊടിയുടെ കളർ നോക്കി ജോലി ചെയ്യുന്ന സിസ്റ്റം നമ്മൾ എന്ന് അവസാനിപ്പിക്കുന്നോ അന്നേ ഈ നാട് നന്നാവൂ. കുറച്ചല്ല ഇട്ട് ഓടിച്ചത് അല്ലേ? അതിന്റെയൊക്കെ സങ്കടം ഇങ്ങനെ പറഞ്ഞെങ്കിലും തീർക്കട്ടെ മാഡം. ആ റസാക്കെ, എനിക്ക് വേണ്ടി 1-2 കാര്യങ്ങളും കൂടി റസാക്ക് ചെയ്തു തരേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മധുര വരെ പോകേണ്ടി വരും. പിന്നെ ആ രേഷ്മയുടെ കാര്യത്തില് നല്ലൊരു ശ്രദ്ധയുണ്ടാവണം. ഞാൻ ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ല, പക്ഷെ എന്തൊക്കെയോ ദുരൂഹതകള് അവളെ ചുറ്റിപ്പറ്റിയുണ്ട്. അത് ചെന്ന് അവസാനിക്കുന്നത് വിഷ്ണുവേട്ടനിലായിരിക്കും. അതെന്താണെന്നൊന്നറിയണം. റസാക്ക് രേഷ്മയെ കണ്ട് ഒന്ന് സംസാരിക്കണം. തീർച്ചയായിട്ടും മാഡം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി മാഡം. പപ്പിയെ പ്രസവിച്ചത് നീ അല്ലല്ലോ, ഞാനല്ലേ? ഒരിക്കലും കിട്ടാത്ത സത്യമ്മയുടെ കലർപ്പില്ലാത്ത സ്നേഹം കിട്ടിയപ്പോ
പിന്നെ എനിക്കത് കഴിഞ്ഞതുമില്ല. സത്യമേ, ഒന്നും കഴിച്ചില്ലല്ലോ. ദാ ഭക്ഷണം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കണം. നിക്ക്. വിഷമാണോ ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? ചോദിച്ച കേട്ടില്ലേ? വിഷമാണോ ഈ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന്. സത്യമേ, പേടിയായിട്ടാ. നിങ്ങളുടെ കുടുംബക്കാരുമായിട്ട് ഒത്തുപോകാൻ പേടിയായിട്ടാ. ചതിക്കുന്നവരാ നിങ്ങൾ, പറഞ്ഞു ചതിക്കുന്നവർ. കളവുകൾ സൂക്ഷിക്കാനും കള്ളങ്ങൾ പറയുവാനും നിങ്ങൾ അമ്മയും മക്കളും അതിസാമർഥ്യമുള്ളവരാ. ഇത് ഞാൻ പറയുന്നതല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. നിങ്ങളുടെ മക്കളായിട്ട് ഒരുക്കി തന്ന സാഹചര്യങ്ങൾ. പപ്പി ശ്യാമയുടെ മകളല്ലെന്ന് ശാരദാമ്മയ്ക്ക് അറിയായിരുന്നില്ലേ? എന്നിട്ട് എന്നിൽ നിന്ന് എന്തിനിത് ഒളിച്ചു വെച്ചു? ഞാൻ വെറും വിഡ്ഢി, കളികൾ അറിയാതെ ആട്ടം ആടിയ വെറും വിഡ്ഢി. ഒരു വാക്ക് ശാരദാമ്മയ്ക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? എന്നേക്കാൾ അത് പറയാനുള്ള യോഗ്യത സത്യമ്മയുടെ മകൻ വിഷ്ണുവിന് തന്നെയല്ലേ? വിഷ്ണുവിനും കൂടി അറിയാവുന്ന കാര്യങ്ങളായിരുന്നല്ലോ ഇതെല്ലാം. എന്തുകൊണ്ടത് അറിയിച്ചില്ല? അതിന് കാരണം സത്യാമ്മ തന്നെയാ. ശാരദാമ്മ ഇത്രയൊക്കെ ചെയ്തൊപ്പിച്ച മക്കളെ ന്യായീകരിക്കുക? ഒരിക്കലുമല്ല. അവരും ഇതിൽ പങ്കാളികളാണ്, വലിയ പങ്കാളികൾ. പക്ഷെ അതിന് അവരെ തോന്നിപ്പിച്ച കാര്യങ്ങളിലേക്കാ ഞാൻ പറഞ്ഞു വരുന്നത്. സ്വന്തം മകൻ പോലും സത്യാമ്മയുടെ ഈ കാര്യം പറയാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് സത്യാമ്മ ചിന്തിച്ചിട്ടുണ്ടോ? ഭയം. സത്യാമ്മയോടുള്ള അതിര് കവിഞ്ഞുള്ള സ്നേഹവും പേടിയും കൊണ്ടാ വിഷ്ണുവിന് പോലും ഇക്കാര്യം സത്യാമ്മയെ അറിയിക്കാൻ പറ്റാതിരുന്നത്. മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ ഒരിക്കലും സത്യാമ്മ ശ്രമിച്ചിരുന്നില്ല. അമ്മമാര് മക്കളെ പേടിപ്പിച്ചല്ല വളർത്തേണ്ടത്, സ്നേഹിച്ച. വിഷ്ണു പോലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണവും സത്യാമ്മ തന്നെയാ. തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പല പ്രശ്നങ്ങളും നമുക്ക് ഇല്ലാതാക്കാനാവും സത്യാമ്മേ. അല്ലാതെ സിംഹാസനത്തിലിരുന്ന് വീട് ഭരിക്കാൻ പോയാ പലതും അറിഞ്ഞില്ലെന്നും കേട്ടില്ലെന്നും ഒക്കെ വരും. പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായില്ലെങ്കിൽ ജീവിതം നമുക്ക് ഒരു തീരത്തും അടുപ്പിക്കാനാവില്ല. മതി. തെറ്റ് ചെയ്തിട്ട് മക്കളെ ന്യായീകരിക്കുക? അല്ല, ഒരിക്കലും അല്ല. എനിക്ക് മനസ്സിലായ സത്യാമ്മയിലുള്ള കുറവുകൾ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ.